ഗൈസ്, നമ്മൾ സന്ദ്രായിപ്പി സ്കൂളിലേക്ക് എഴുതാൻ പോവുകയാണ്. സന്ദ്രായിപ്പി ഇതാ, സന്ദ്രായിപ്പിനെ കൂട്ടാട് പോവുകയാണ്. സേ ഹായ്. ഹായ്. താങ്ക് യു. ഗൈസ്, നമ്മളിപ്പം നടക്കാൻ ഇറങ്ങി ഗൈസ്. ഇനിയിപ്പം ഓടണം. സന്ദ്രായിപ്പി സ്കൂളിലാക്കി നമ്മൾ ഓടാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ പോവുകയാണ്. വാക്കിംഗ് ആണ്. ഇനി മെല്ലെ റണ്ണിങ്ങിലേക്ക് വരണം. ഇനി നമ്മൾ പാർക്കിലേക്ക് പോവാം. പാർക്ക് കാണിച്ചു തരാം, മറ്റേ പാർക്കൊക്കെ എങ്ങനെയാണ്. കുറച്ചൊന്ന് ഉറങ്ങിപ്പോയിന്ന്. സാധാരണ നമ്മളൊരു 6 മണിയൊക്കെ ആകുമ്പം നമ്മളെല്ലാം വിൽക്കും. ഇന്നൊരു 5-10 മിനിറ്റ് ലേറ്റ് ആയിപ്പോയി. ഈ വർക്കൗട്ട് സെഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നോക്കണം. എന്തെങ്കിലും ചപ്പാത്തി, മുട്ട റോസ്റ്റ്, അല്ലെങ്കിൽ ചപ്പാത്തി ന്യൂട്രല്ല ഒക്കെ നോക്കണം. ഇനി അങ്ങനെ നമ്മൾ പാർക്കിലെത്തി ഗൈസ്. അടുത്ത് തന്നെ കേട്ടോ, നമുക്ക് കാണിച്ചിട്ട് പാർക്ക് ഗൈസ്. നമ്മുടെ പാർക്ക് ഇതാണ്. നമ്മുടെ പാർക്ക് ഉള്ളിലേക്ക് വേണം കാണിച്ചത്. ഇതാണ് ഇവിടെയുള്ള നമ്മുടെ പാർക്ക്. വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ വന്ന് നമുക്ക് സമയം ചിലവഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. മക്കളൊക്കെ ഉണ്ടെങ്കിൽ പറയും വേണ്ട, നൈസാണ്. നമ്മളിപ്പോൾ വൈകുന്നേരം നമ്മളിങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. ഞാൻ ഇന്നാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ, ഇവിടെ വൈകുന്നേരങ്ങളൊന്നുമില്ല. ഇവിടെ ഉള്ള ആൾക്കാർ ഫുൾ ടൈം, രാവെന്നോ പകലെന്നോ ഒന്നുമില്ല, ഫുൾ ടൈം ഇവിടെ തന്നെ ഇരിക്കും. അവർക്കിന്നെ പേരൊന്നൊരു പ്രശ്നമില്ല, ഒരു ശീലമായി പോയതാണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല കേസ്. നമുക്കിത് രസമാവും. വേണ്ടോ, ഏതൊക്കെയോ പൂവൊക്കെ ഉണ്ട്. ഏത് നാട്ടിലുള്ളതാണോ എന്നറിയില്ല. യെസ്, തേങ്ങ. ഇതെന്താന്ന് അറിഞ്ഞ സാധനം. യെസ്, വലിയ മരങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ പാർക്ക്. നമ്മൾ നമ്മുടെ പാർക്ക് കണ്ടു. ഇതിവിടുത്തെ വേറൊരു ടൈപ്പാണ് സംഭവം. ഹൈറ്റ് വളരെ കുറവുള്ള, നമ്മൾ കാസർഗോഡ് കുളന്നൊക്കെ പറയില്ലേ, അതേ മോഡലുള്ള തെങ്ങൊക്കെ ഇവിടെ ഉണ്ട്. എന്താ ആത്തച്ചക്കല്ല, മറ്റേ അതിൻ്റെ പേര് മറന്നു. ഇതൊക്കെ ഇവിടെ ഉണ്ട്. പാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ട്. നൈസാണ്. യെസ്, ഇവിടുത്തെ ഒരു വണ്ടിയൊക്കെ കാണിച്ചിട്ട് ഗൈസ്. ഇതൊരു ടൈപ്പ് ഉണ്ട്. ഈ നമ്മുടെ നാട്ടിലെ ആപ്പിൾ ചാമ്പല്ലേ, അതൊക്കെ ഉണ്ട്. അത് കാണിച്ചിരാം. ഇതുണ്ട്, ഇതിൻ്റെ മുകളുണ്ട് ആപ്പിൾ ചാമ്പ. ഇത് നമ്മുടെ നാട്ടിലെ കർമൂസ ഉണ്ടോ, പപ്പായ, ഇതവിടെ ഉണ്ട്. പിന്നെ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യമുള്ള ലോറി സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ സാധനം വാങ്ങി ചോറ് കാണിച്ചിരാം. ഇതാണ്
നമ്മൾ ഇന്നലെ വാങ്ങിയ സ്റ്റോർ. ഇവിടെ സ്റ്റോർ എന്ന് പറഞ്ഞാൽ പിന്നെ ഓരോ വീടുണ്ടാവും, അതിൻ്റെ ചെറിയൊരു ഭാഗം വരെ ഉണ്ടാക്കും, സ്റ്റോറായിട്ട് എടുക്കും. ഞാൻ പറഞ്ഞേ ബഗ്ഗി എന്ന് പറഞ്ഞ സാധനം, ഇതിലാണ് നമ്മൾ നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ സാധനങ്ങൾ ലോഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ജെട്ടി സൈഡ് എത്തി ഗൈസ്. ഇതാണ് ഇവിടെയുള്ള ജെട്ടി സൈഡ്. ആൾക്കാരൊക്കെ പോകുന്നതാണ്. ബോട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതായിട്ട് ആ ചെടികളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേര് മറന്നുപോയി. ഇതിൻ്റെ മണലൊക്കെ കൊണ്ടുവരുന്ന ചെറിയ ചെറിയ ഷിപ്പുകളുണ്ട്. ഇതിന് വേറെന്തൊരു പേരുണ്ട്, നമ്മൾ ജങ്കാറെന്നൊക്കെ പറയില്ല, അതേ മോഡല്. എനിക്കൊന്ന് സിമെന്റോ പുഴി എന്തോ എന്നാണ്. ആൾക്കാർ ഫ്രൈക്ക് 5-ൽ പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കാണിച്ചിരും. കറക്റ്റ് 7 o'clock ബോട്ട് സ്റ്റാർട്ട് ചെയ്യും ഗൈസ്. ഇതാണ് ഫ്രൈക്ക്. അങ്ങനെ നമ്മൾ ഷാവിയനി അറ്റോളിൻ്റെ എൻട്രൻസിൽ, അതായത് ഫൊക്കേദു ഐലൻഡിൻ്റെ എൻട്രൻസിലാണുള്ളത്. ഇത് ഞാൻ കാണിച്ചെന്ന് പറഞ്ഞല്ലേ, ഫൊക്കേദു എവിടെ എത്തി. ഇപ്പം വല്ലാണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം നാട്ടിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡ്രൈവിങ്, പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ആണ് നാട്ടിലെ എനിക്ക് മിസ് ചെയ്യട്ടോ. എന്തെങ്കിലും ആവശ്യത്തിന് അങ്ങോട്ടോ എവിടെയെങ്കിലൊക്കെ പോവും. അപ്പം ഇവിടെ വന്നാൽ ഡ്രൈവിംഗ് ഇല്ല, അതിന് പകരം നമുക്കിവിടെ ഫിഷിംഗ് ഉണ്ട്. പിന്നെ നമ്മൾ ഫ്രീ ടൈം ആകുമ്പോൾ ക്ലാസ് എടുക്കും. അങ്ങനെയാണ് ഇവിടെ സമയം പോകുന്നത്. പിന്നെ കുക്കിംഗ് പഠിച്ചു. അങ്ങനെ പഠിക്കാത്ത കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളെന്താക്കി പഠിച്ചു ഗൈസ്. ഇപ്പം പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ചപ്പാത്തി ഉണ്ടാക്കണം. ആട്ടപ്പൊടിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, മുട്ട വാങ്ങി വെച്ചിട്ടുണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിന് കൂട്ടാൻ ഞാൻ പറഞ്ഞ പോലെ ന്യൂട്ടല്ലയോ അങ്ങനെ എന്തൊക്കെയാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ഇനിയിപ്പോൾ അവിടെ വരണം, സാന്ദ്ര വരണം. സാന്ദ്ര ഒരു ഏകദേശം ഒരു 8:30-9 ആകുമ്പോൾ എത്തും. പിന്നെ കുറച്ച് ടൈം ഫ്രീ ആയിരിക്കും. പിന്നെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരിക്കും. എല്ലാ ദിവസവും അല്ല, ഓരോ ദിവസത്തെ പീരീഡ് അനുസരിച്ച് അത് മാറും. അങ്ങനെ പിന്നെ നല്ല വൃത്തിയായിട്ട് ബീച്ച് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. രാവിലെയൊക്കെ ഫുൾ ടൈം ആൾക്കാരുണ്ടാവും, അടിച്ചു വാരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരെ പണി ഏകദേശം ഒരു 6 മണിക്കാകുമ്പോൾ തുടങ്ങും. 8ാം ക്ലാസ്സിലോ 9ലും പഠിച്ചൊരു ഇതില്ലേ, എന്താ 2 റോഡ്സ് എന്ന് പറഞ്ഞ അതേ മോഡലാണ്. 2 വഴിയുണ്ട്, അത് വേണോ ഇത് വേണോ എന്നാണ്. അപ്പോൾ ഇതുവഴി പോവാം, അതെ വേണ്ട ഇതുവഴി പോവാം, പോയി നോക്കാം. യെസ്, ഏകദേശം 2 കിലോമീറ്ററൊക്കെ നമ്മളിപ്പം കവർ ചെയ്തിട്ടുണ്ടാവും. വേർത്ത് തുടങ്ങി ഗൈസ്. അങ്ങനെ പിന്നെ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും,
ഇപ്പോൾ മാൽദീവ്സിലേക്ക് ഇപ്പോൾ എന്താക്കുന്നുണ്ട്, ടീച്ചേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. ഇൻ്റർവ്യൂ ഒക്കെ അപ്പം എനിക്ക് തോന്നുന്നു MOE മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ മാൽദീവ്സ് വരുമ്പം ഏകദേശം ഒരു സെപ്റ്റംബർ 1st or 2nd വീക്ക് അവർ എന്താക്കുന്നുണ്ട്, അവർ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ BEd ഒക്കെ കഴിഞ്ഞു. BEd ഒന്നും കമ്പൽസറി അല്ല, ഉണ്ടെങ്കിലും എന്ന് വെച്ചാൽ സുഖമാണ്. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ടീച്ചേഴ്സിന് നമ്മളെ ടെറ്റ് വേണം, കേട്ടറ്റ് വേണം, സെറ്റ് വേണം, അങ്ങനത്തെ ഒന്നുമില്ല. ജസ്റ്റ് പഠിപ്പിക്കാനുള്ളൊരു കഴിവ് മതി. മിനിമം ഡിഗ്രിയാണ് അവർ പറയുക. ഇനി നമ്മളെപ്പോലെ, ഞാനൊരു ടീച്ചറാണ്, ഫിസിക്സ് ടീച്ചറാണ്. നമ്മളെപ്പോലെ ഇപ്പം ഡിഗ്രി, PG, BEd അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ഇവിടെ നമുക്ക് ജോബ് അപ്ലൈ ചെയ്ത് കിട്ടിയാൽ സാലറിയിൽ വ്യത്യാസം ഉണ്ടാവും. നമുക്കറിയാം, ഇപ്പം ഡിഗ്രി ഉള്ള ഒരാൾ ഇവിടെ ടീച്ചറായിട്ട് കയറി, അവർക്ക് കിട്ടുന്ന സാലറി ആയിരിക്കില്ല പിന്നെ ഡിഗ്രിയും പ്ലസ് PG ഉള്ള ആൾക്ക് കിട്ടുന്ന സാലറി. ഇനി ഇവർക്ക് രണ്ടും കിട്ടുന്ന സാലറി ആയിരിക്കില്ല ഡിഗ്രി, PG, BEd ഉള്ള ഒരാൾക്ക് കിട്ടുന്ന സാലറി. ഇനി നിങ്ങൾക്ക് MEd ഓ PhD ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ എന്താക്കും, സാലറി നിങ്ങൾക്ക് കിട്ടും. നൈസാണ്, ഞാൻ പറഞ്ഞല്ലോ. ഒറ്റയ്ക്ക് വരുമ്പോഴാണ് പ്രശ്നമാവുക. ഫാമിലി അല്ലെങ്കിൽ ഒക്കെ ആയിട്ട്, മക്കൾ, ഭാര്യമാരൊക്കെ ആയിട്ടൊക്കെ വരികയാണെങ്കിലൊക്കെ സെറ്റാണ്. ഇൻട്രോവേർട്ടൊക്കെ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട, സ്വർഗം മാമ, സ്വർഗം. അങ്ങനെ പിന്നെ നമ്മളിവിടെ ഈ ബോഗൺവില്ല റോസാണ് അതെന്ന് തോന്നുന്നു, അതൊക്കെ ഇവിടെ ഉണ്ട്. പ്രത്യേക ടൈപ്പ് ചെമ്പരത്തി, നൈസ്. നമ്മൾ എവിടെയോ എത്തിയിട്ടുണ്ട് ഗൈസ്. ഐ തിങ്ക് ഇതാണ് നമ്മുടെ പ്രിൻസിപ്പളെ വീടാന്ന് തോന്നുന്നു. യെസ്, കടൽ ചെക്ക എന്നൊക്കെ പറഞ്ഞ സാധനം തോന്നുന്നത്. നമ്മൾ ഓരോ ദിവസം പല റൂട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ചോദിച്ച് പോവാം. ഇവിടുത്തെ ഫർണിച്ചർ ഷോപ്പാണ്, ഇവിടുന്നാണ് ഫർണിച്ചറൊക്കെ നിർമ്മിക്കുന്നത്. യെസ്, നമ്മുടെ നാട്ടിലുള്ള കുളക്കോഴി എന്ന് പറഞ്ഞ സാധനമല്ലേ, കാണിച്ചിട്ട് കണ്ടോ, കള്ള ബെഡ്ക്കൂസ് പോകുന്നുണ്ട്. ഇവിടെ ഒരു എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ അതേപോലെ നാട്ടിലുള്ള ഈ പാമ്പുകളില്ലേ, അതൊന്നും ഇവിടെ ഇല്ല. പാമ്പ്, നായ്ക്കള്, അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. പിന്നെ പൂച്ച ഇവിടെ ഉണ്ട്, കാക്ക, പരുന്ത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ കുരുവികൾ ഉണ്ട്. പിന്നെ പശു, ആട്, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. പോത്ത് അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ചെറിയ തോതിൽ പച്ചക്കറികളൊക്കെ ഉണ്ട്, ചീര, അങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ ഉണ്ട്. മുളക്, വാഴ, അങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ കുറച്ച് നമുക്ക് കിട്ടും. പിന്നെ മെയിനായിട്ട് ഇവരെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫിഷിംഗ് ആണ്. മീൻ പിടിക്കാൻ പോവും. പിന്നെ അതുകൊണ്ടുള്ള പല വിഭവങ്ങളാണ്, പല തരത്തിലുള്ള വിഭവങ്ങളാണ് ഇവരെ. ട്യൂണ ഫിഷൊക്കെയാണ് മെയിൻ. എത്തി, ഇപ്പം ഊഞ്ഞാലാടുകയാണ്. വർക്കൗട്ട് കഴിഞ്ഞാൽ ഒരു ഊഞ്ഞാലാട്ടം അത് നിർബന്ധമാണ് ഗൈസ്. സുഖമാണ്.
നല്ല കാറ്റ്, ഉറങ്ങിപ്പോവും. നല്ല ചോല, മരത്തിൻ്റെ ചോട്ടിലാണേ, പുറത്തേക്ക് ഇറങ്ങിയ കരിഞ്ഞു പോവും, അങ്ങനത്തെ കാറ്റാണ്. അങ്ങനെ ഇത് റിലാക്സേഷൻ ഉണ്ട് ഗൈസ്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആലോചിച്ചു, ഈ കോർപ്പറേറ്റ് ലൈഫൊക്കെ ഉണ്ടാവല്ലോ, അവർക്കൊക്കെ ഭയങ്കര പ്രഷറായിരിക്കും. സാലറി ഉണ്ടാവും കേട്ടോ, ഇല്ലാന്നല്ലാതെ. അപ്പോൾ ഒക്കെ എന്താ ചെയ്യുക എന്നുള്ള, ട്രാവലിംഗ് ആണോ എന്തൊക്കെയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ സുഖമാണ്. ഇവിടെ ഒരു ടെൻഷനും ഇല്ല. നമ്മൾ പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക, പിന്നെ ആ പൈസ കൊണ്ട് നമ്മൾ ഒന്നുമില്ലെങ്കിൽ നാട്ടിൽ പോയി എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ പല സ്ഥലങ്ങളുണ്ട് കാണാൻ. നമ്മൾ നാട്ടിൽ നമ്മൾ പറയില്ലേ ഹണിമൂൺ നമുക്ക് മാൽദീവ്സ് ആക്കണം എന്നൊക്കെ. അതേപോലെ ഒരുപാട് മാൽദീവ്സ് പറഞ്ഞാൽ ഏകദേശം 10-400 ദ്വീപുകൾ ചേർന്ന് എല്ലാം കൂടി ഒരു ദ്വീപ സമൂഹത്തെയാണ് നമ്മൾ മാൽദീവ്സ് എന്ന് പറയാം. അതിലൊരുപാട് ദ്വീപുകളുണ്ട്. അതിലെല്ലാത്തിനൊന്നും ആൾക്കാരില്ല കേട്ടോ. അങ്ങനെ ഏതെങ്കിലും കുറച്ച് ഐലൻഡിലൊക്കെ പോവുക, അടിച്ച് പൊളിക്കുക. പീസ് എന്ന് പറഞ്ഞാൽ പീസാണ്, ഫുൾ പീസാണ്. അങ്ങനെ ഇവരെ എടുത്ത് നമ്മൾ കണ്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മാൽദീവ്സിൽ. പ്രത്യേകിച്ച് ഡ്രൈവിങ്. അവരത്രയും എന്താണ് ട്രാഫിക് റൂൾസ് അവർ പാലിക്കുന്നുണ്ട്. അങ്ങനത്തെ തിരക്ക് അങ്ങനത്തെ ഒന്നുമില്ല. ഹോണടിയൊക്കെ ഹോണടി ഇല്ല എന്ന് പറയാം. അത് നമ്മളിപ്പോൾ വണ്ടി സൈഡിലിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന ഒരാൾക്ക് കാത്തു നിൽക്കും. ക്ഷമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മൾ നാട്ടിലൊക്കെയാണെങ്കിൽ നമ്മൾ ഇപ്പം പല വിളികൾ നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഓവർടേക്കിംഗ് ഒക്കെ. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ടുപഠിക്കാൻ ഡ്രൈവിംഗ് ആണ്. നമുക്കൊന്നും ഇവിടെ വന്നിട്ട് അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുമില്ല. അതുപോലെ തന്നെ പറ്റിയാൽ തന്നെ നമുക്ക് ഇവരെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കും. ഇവർ നല്ല കൂളായിട്ടാണ്, ഒരു തിരക്കുമില്ല. അങ്ങനത്തെ ആക്സിഡൻറ്റ് അങ്ങനത്തെ ഒക്കെ വളരെ വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ വേണം പറയാം. നമുക്ക് ഇത്രയും നല്ല ഡ്രൈവിംഗ് ആണ്. അങ്ങനത്തെ ഒക്കെ അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു പോകും. ചില ടൈം റിലാക്സ് ആവാൻ പറ്റിയൊരു സ്ഥലമാണ് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നതൊക്കെ. പിന്നെ ഫുൾ ടോപ്പാണെന്ന് പറയുന്നില്ല, ചില ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ട്. ഇപ്പം പെട്ടെന്ന് എമർജൻസി ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് എത്തിപ്പെടാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. നമുക്ക് മാലെ ബലാന ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തി പറഞ്ഞത് ഇവിടുന്ന് ഏകദേശം ഒരു 5 മണിക്കൂർ സ്പീഡ് ലോഞ്ചിൽ നമ്മൾ ഇരിക്കണം. പിന്നെ ഇവിടെ അടുത്ത് വേറെ എയർപോർട്ടുണ്ട്, പക്ഷെ അതിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണ്. എന്നാൽ ട്രൗസർ ചിലപ്പോൾ കയറിപ്പോവും. അങ്ങനെ പിന്നെ നല്ല മഴ ഉണ്ടാവും കേട്ടോ. നാട്ടിലുള്ളത് നല്ല മഴ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ ഹെവി മഴ. പിന്നെ ചുഴലിക്കാറ്റൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാം. പിന്നെ മണലൊക്കെ ഇങ്ങനെ പറന്ന് ആകാശത്തേക്ക് പോകുന്ന ഒരു സ്പൈറൽ ഷേപ്പില്ലേ, ആ ഷേപ്പൊക്കെ പോകുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ പേടിയാവും. സൗണ്ടൊക്കെ വരാൻ എന്നൊക്കെയുള്ള സൗണ്ടൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാവുക. ഞാൻ ആദ്യം വന്ന ടൈം ഞാൻ പേടിച്ചു വരുന്നു. നമ്മൾ കടലിൽ പോയി മീൻ പിടിക്കാൻ പോയതായിരുന്നു. അങ്ങനെ മീനൊക്കെ കിട്ടിയല്ലേ നൈസായിട്ട് ഇങ്ങനെ വരുമ്പം ഇങ്ങനത്തെ ഒരു കാറ്റും കൊടുക്കും. ഇവർക്കൊക്കെ ഇത് സാധാരണ, സർവ്വസാധാരണം. ഇവരിത് കണ്ട് ചിരിക്കും, നമ്മളിത് കാണുമ്പോൾ പേടിച്ചു. അങ്ങനെ ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നോക്കണം ഗൈസ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം ഗൈസ്. ബൈ ബൈ.